പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, കർത്താവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിപ്പാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുവാൻ പ്രിയമകളെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് സഹായിച്ചതോർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയമകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ സ്വർഗ്ഗമിട വരുത്തണമേ. കർത്താവിന്റെ വലിയ കരുണയും കൃപയും പ്രിയമകളെ പിന്തുടരണമേ. ലോകത്തോട് ആമേശ്വര എതിർത്ത് നിന്ന് ക്രിസ്തുവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ വിശേഷ ദൈവകൃപ അവളിലേക്ക് പകരണമേ. ഈ സ്നാന ശുശ്രൂഷ അവളുടെ ജീവിതത്തിൽ വലിയൊരു ഡെലിവറൻസ് സംഭവിപ്പിക്കണമേ. അവളിൽ വലിയൊരു വിടുതൽ ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ദൈവത്താൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ സ്വർഗ്ഗമിട വരുത്തണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക്. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിന്റെ കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗീയ സിംഹാസനങ്ങൾ വെടിഞ്ഞ് ആമേ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ ക്രൂശിൽ യാഗമാക്കപ്പെട്ടു എന്നും പൊന്നു വിശ്വസിക്കുന്നുവോ? മരിച്ചടക്കം ചെയ്യപ്പെട്ട യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു എന്നും വിശുദ്ധന്മാരെ ചേർക്കുവാൻ താമസമില്ലാ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു എന്നും പൊന്നു വിശ്വസിക്കുന്നുവോ? യേശുവിന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനമുണ്ട് എന്ന്, യേശുവിന്റെ നാമത്താൽ രക്ഷയുണ്ട് എന്ന് പൊന്നു വിശ്വസിക്കുന്നുവോ? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാകയാൽ ഈ മകളുടെ സാക്ഷ്യവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജലാശയത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ജലാശയത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. ഇന്നു മുതൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ മകൾ ഹെലിസ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഭരണപരിന് വിശ്വസ്തയായിരിക്കാം, എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും.